PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഡെയിലി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 200 ഡേ ചലഞ്ചിൽ നമ്മൾ ഓൾറെഡി 75ഓളം വീഡിയോകളായിട്ട് എത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം, മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള മുഴുവൻ വീഡിയോസും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വീഡിയോ എടുത്ത് കണ്ട് പഠിച്ചു പോരുക കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന പോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് കമന്റ് ചെയ്തും വീഡിയോക്ക് ലൈക്ക് അടിച്ചുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ ടോപ്പിക്സ് പൊതുവിജ്ഞാനം ഫുൾ കംപ്ലീറ്റ് ആക്കി, കേരള ഭരണവും ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കി, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം കംപ്ലീറ്റ് ആക്കി, ഭൗതിക ശാസ്ത്രം കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നമ്മൾ രസതന്ത്രത്തിലെ അവസാന ടോപ്പിക്കിലേക്ക് വന്ന് നിൽക്കുകയാണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തോടു ക്ലാസ്സോടുകൂടി രസതന്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് കെമിസ്ട്രി കംപ്ലീറ്റ് ആവും. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കലാ, കായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് മുതൽ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓർക്കണേ, ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ലോഹങ്ങളും അലോഹങ്ങളും ലോഹസങ്കരങ്ങൾ. ഇപ്പൊ ലോഹങ്ങള്, അയിരുകള്, ലോഹസങ്കരങ്ങള്, ആസിഡ്, ആൽക്കലി, pH മൂല്യം നമുക്ക് നോക്കാം. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളായുള്ള മൂലകങ്ങളുടെ കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കിക്കേ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളാകാനുള്ള മൂലകങ്ങളുടെ കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ ലോഹങ്ങളാണ്. എന്താണത്? അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ലോഹങ്ങൾ ആയിരിക്കും. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ. അപ്പൊ രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ലോഹങ്ങള് ചെയ്യുന്നത്. ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോൾ അയോണുകളായി മാറുന്നു. അപ്പൊ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ അയോണുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ മാറ്റാനുള്ള മൂലകങ്ങളുടെ കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? ലോഹസങ്കരങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളെയാണ് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? അയോണുകളായി മാറുന്നു എന്നുകൂടി ഓർക്കുക. ഇനി അടുത്തത്, ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പിലെ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ ആയിരിക്കും കേട്ടോ. അപ്പൊ ആൽക്കലി ലോഹങ്ങൾ എപ്പോഴും എവിടെ ഉൾക്കൊള്ളുന്നേ? നമ്മുടെ ഒന്നാം ഗ്രൂപ്പിലെ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ ആയിരിക്കും. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് ഏത്? മൃദുലോഹങ്ങൾ. മൃദുലോഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കത്തി ഉപയോഗിച്ച് മുറിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മൃദുലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താ? സാന്ദ്രത കുറഞ്ഞതാണ്, മൃദുലോഹങ്ങൾ എന്നുകൂടി ഇവയെ അറിയപ്പെടുന്നു. ഇനി സോഡിയം പൊട്ടാസ്യത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ നമ്മുടെ സോഡിയോ പൊട്ടാസ്യോ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങൾ കൂടിയാണ് ഏത്? സോഡിയോയും പൊട്ടാസ്യവും. അപ്പൊ എന്താ? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു, മനുഷ്യനിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു, വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ കൂടിയാണ് സോഡിയവും പൊട്ടാസ്യം എന്നുകൂടി ഓർക്കുക. ഇനി രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാ? രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ആണ്. രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏത്? മഗ്നീഷ്യം. സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. അപ്പൊ ഡോ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രജലത്തിൽ നിന്ന് മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അതുപോലെ വിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം കൂടിയാണ് മഗ്നീഷ്യം. കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമന്റ്. മഗ്നീഷ്യം സിമന്റ് എന്നത് അറിയപ്പെടുന്നു. കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ഏതാ? സോറൽ സിമന്റ് ആണ്. ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമന്റ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെയും മഗ്നീഷ്യം ഓക്സൈഡിന്റെയും മിശ്രിതം കൂടിയാണ് ഏത്?
ഈ സോറൽ സിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം, ഹരിതത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, സമുദ്രത്തിൽ നിന്ന് മഗ്നീഷ്യം വേർതിരിഞ്ഞ പ്രക്രിയയാണ് ഡോ പ്രക്രിയ എന്നറിയപ്പെടുന്നത്. കൃത്രിമ കല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ഏതാണ്? സോറൽ സിമെന്റ് ആണ്. അതുപോലെ ആന്റിസിഡന്റ് ആയി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്താണ്? ആന്റിസിഡന്റ് ആയി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ്. മഗ്നീഷ്യം ഓക്സൈഡ് സിമെന്റ് എന്നറിയപ്പെടുന്ന എന്താ? അതും സോറൽ സിമെന്റ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്ന ഏതാ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഹൈഡ്രോ മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ്. ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ് ടാൽക്കം പൗഡർ രാസപരമായിട്ട് അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ഏതാ? ലെഡ് ആണ് കേട്ടോ. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള ഒരു പദാർത്ഥമാണ് ലെഡ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ഏതാ? ലെഡ് ആണ്. പെട്രോളിൽ ആന്റി നോക്കിംഗ് ഏജന്റായി ചേർക്കുന്നതും ലെഡ് ആണ്. മനുഷ്യനിൽ ഏറ്റവും ഹാനികരമായിട്ടുള്ള ലോഹം ഏത് തന്നെയാണ്? ലെഡ് ആണ്. കറുത്തീയം എന്നറിയപ്പെടുന്ന ലെഡ് ആണ്. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിൻ ആണെന്ന് ഓർക്കുക. റെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാ? വൃക്കയാണ്. ലെഡ് ലയിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡും അസറ്റിക് ആസിഡിലും ലെഡ് ലയിക്കുന്നതായിരിക്കും. വാഹനത്തിൽ നിന്ന് പുകയുടെ പുറത്തിൽ തള്ളുന്ന ലോഹമാണ് ലെഡ്. സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹം ഏത് തന്നെയാണ്? ലെഡ് തന്നെയാണ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ലെഡ് ആണ്. ലേസർ രശ്മികൾ കടത്തി വിടാത്ത ഒരു ലോഹമാണ് ലെഡ്. പെട്രോളിൽ ആന്റി നോക്കിംഗ് ഏജന്റായി ചേർക്കുന്നത് എന്താ? ലെഡ് ആണ്. മനുഷ്യനിലെ ഏറ്റവും ഹാനികരമായിട്ടുള്ള ലോഹം ലെഡ് ആണ്. കറുത്തീയം എന്നറിയപ്പെടുന്ന ലെഡ് ആണ്. വെളുത്തീയം എന്നറിയപ്പെടുന്ന എന്താ? ടിന്നാണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. ലെഡ് ലയിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് ആണ്. വാഹനങ്ങളിൽ നിന്നും പുകയിൽ പുറന്തള്ളിടുന്ന ലോഹം ഏതാ? ലെഡ് ആണ്. സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹം എന്ത് തന്നെയാണ്? ലെഡ് തന്നെയാണ്. അമോണിയ വാതകം നീറ്റുകക്ക നിറച്ച എന്താ ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നു. വാതകങ്ങളുടെ ഡീഹൈഡ്രേഷനായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് ഏത്? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ലൈം, ക്വിക്ക് ലൈം എന്നീ പേരുകളിലൊക്കെ കാൽസ്യം സംയുക്തമാണ് ഈ കാൽസ്യം ഓക്സൈഡ് കേട്ടോ. അത് ലൈം എന്നും ക്വിക്ക് ലൈം എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാ? കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച ഏത് പദാർത്ഥം ഉണ്ടാകുന്നു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക കേട്ടോ. ജലത്തിന്റെ കാഠിന്യം മാറ്റം ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതുപോലെ കുമ്മായ കൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കൂടിയാണ് കേട്ടോ. കുമ്മായ കൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അമോണിയ വാതകം നീറ്റ് കക്ക നിറച്ച് ശോഷക സംയുക്തത്തിലൂടെ കടത്തിവിടുന്നു. വാതകങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ്. ലൈം, ക്വിക്ക് ലൈം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നുകൂടി ഓർക്കുക. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്നറിയപ്പെടുന്നു. അപ്പൊ അലുമിനിയത്തിന്റെ ധാതുക്കൾ ചോദിക്കുവാണെങ്കിൽ അത് ഏതൊക്കെയാണ്? കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നിവയൊക്കെയാണ് അലുമിനിയത്തിന്റെ ധാതുക്കളായിട്ട് വരുന്നത്. ലോഹം വേർതിരിച്ചറിയിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ഏതൊക്കെയാണ്? 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്ന്, സുലഭമായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിക്കാൻ എടുക്കാനാകണം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. ഇതൊക്കെ എന്താ? ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ കൂടിയാണിത്. അപ്പൊ ഓർക്കണേ, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ വിളിക്കുന്നത് ധാതുക്കൾ എന്നാണ്. അലുമിനിയത്തിന്റെ ധാതുക്കൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവയാണെന്ന് കൂടി ഓർക്കുക. നാഗം എന്നറിയപ്പെടുന്നത് എന്താ? സിങ്ക് ആണ് നാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്വേതന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്ക്, മെർക്കുറി, കാഡ്മിയം എന്നിവ. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന സിങ്ക് ആണ്. പൗഡർ, ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തം സിങ്ക് ഓക്സൈഡ് ആണ്. റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം എന്ത് തന്നെയാണ്? ഈ സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. പെയിന്റിലെ വെളുത്ത വർണ്ണമായി ഉപയോഗിക്കുന്നതും സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പോ നാഗം എന്നറിയപ്പെടുന്ന സിങ്ക് ആണ്. ശ്വേതന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹമാണ് സിങ്ക്, മെർക്കുറി, കാഡ്മിയം. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. പൗഡറിലും ക്രീമും എന്നീ സംയുക്തങ്ങളിലൊക്കെ എന്താണ്? സിങ്ക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം സിങ്ക് ഓക്സൈഡ് ആണ്. പെയിന്റിലെ വെളുത്ത വർണ്ണമായി ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്? ഈ സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. ഇരുമ്പിന്റെ ആറ്റോമിക നമ്പർ എത്രയാ? 26 ആണ് കേട്ടോ ഇരുമ്പിന്റെ അറ്റോമിക നമ്പർ. ഭൂമിയിൽ അകക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഭൂമിയിലെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇരുമ്പ് തന്നെയാണ്. ഭൂമിയുടെ അകക്കാമ്പിലും ഭൂമിയുടെ പിണ്ഡത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇരുമ്പാണ്. ഇരുമ്പിന്റെ ആറ്റോമിക നമ്പർ 26 ആണ്.
ഏറ്റവും കൂടുതൽ ഇരുമ്പിൽ അടങ്ങിയിരിക്കുന്ന അയിര് മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അയിര് എന്ന് പറയുന്നത്. വ്യവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റ് ആണ് വ്യവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന്. ബ്ലാസ്റ്റ് ഫർണസ് ആണ് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യങ്ങൾ അടങ്ങിയ അയറാണ് പിഗ് അയൺ. പിഗ് അയൺ എന്ന് വെച്ചാൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യം അടങ്ങിയ അയറാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്താ? ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് ഓർക്കുക കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന ഇന്ധനം കാർബൺ ആണ്. എന്താണ് ഉപയോഗിക്കുന്നത്? കാർബൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരുന്ന അയിര് ഏതാ? മാഗ്നറ്റൈറ്റ് ആണ്. വ്യവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതാണ്? അതും ഹെമറ്റൈറ്റ് ആണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഏതാ? സൾഫർ ആണ്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകവും സൾഫർ ആണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ എത്രയാ? 8 ആണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് 8 എന്ന് പറയുന്നത്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന സൾഫർ ആണ്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ആണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 8 ആണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന സൾഫർ, കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ആണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 8 ആണ്. സൾഫർ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉള്ള നിറം നീലയാണ്. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകവും സൾഫർ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? സൾഫർ വായുവിൽ ജ്വലിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാ? നീലയാണ്. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ ആണ്. ഗന്ധകം എന്നറിയപ്പെടുന്ന സൾഫർ ആണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക് ആണ്. അപദ്രവ്യവും സാന്ദ്രതയും കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്ന പ്രക്രിയയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എന്താണ് കുറച്ച് ഡീപ്പായിട്ട് ഇതിന്റെ കുറച്ച് ഇനി നമുക്ക് അയിരുകളുടെ സാന്ദ്രണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തില് കഴുകി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന അയിരുകൾ ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണം ഒക്കെ ചെയ്യാനായിട്ട് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ചെയ്യാറുണ്ട്. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണമാണ് പ്ലവന പ്രക്രിയ വഴി ഉപയോഗിക്കുന്നത്. അപ്പൊ അപദ്രവ്യ സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്ന പ്രക്രിയയാണ് ജലപ്രവാഹത്തിന് കഴുകിയെടുക്കൽ എന്ന് പറയുന്നത്. അപദ്രവ്യ സാന്ദ്രത കൂടിയതും അയിരിന്റെ സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഏത്? പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതൊന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്ന പ്രക്രിയ ലീച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റാനും സാധിക്കും. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്നും രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലുമിനിയത്തിന് അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് എന്നറിയപ്പെടുന്നു. അപ്പൊ അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ഏത്? ലീച്ചിങ്. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് കാന്തിക വിഭജനം. അപ്പൊ അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? സാന്ദ്രണം ചെയ്യുന്ന മാർഗത്തെ കാന്തിക വിഭജനം എന്ന് വിളിക്കുന്നു. ഈ മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാ? അത് കാന്തിക വിഭജനമാണ് കേട്ടോ. കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്നും കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കാന്തിക വിഭജനം? അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന രീതിയെ കാന്തിക വിഭജനം എന്നാണ് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അയിരും സാന്ദ്രണ രീതി നമുക്ക് നോക്കാം. ടിൻസ്റ്റോൺ എന്താണ്? കാന്തിക വിഭജനമാണ്. ബോക്സൈറ്റ് ലീച്ചിങ് ആണ്. സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയയാണ്. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വാൾക്കനൈസേഷൻ എന്ന് വിളിക്കുന്നത്. വാൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ. വെടിമരുന്ന് പൊട്ടിക്കുമ്പോഴും തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന മണത്തിന് കാരണം എന്താ? സൾഫർ ഡയോക്സൈഡ്. നമ്മൾ തീപ്പെട്ടി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറില്ല. അതിന് കാരണം എന്താ? ഈ സൾഫർ ഡയോക്സൈഡ് ആണ്. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണം സൾഫർ ഡയോക്സൈഡ് ആണ്. അഗ്നിപർവ്വതം സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകവും എന്ത് തന്നെയാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. ആന്റി
ക്ലോർ ആയി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഏത്? സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ഡയോക്സൈഡ് ചേർക്കുന്ന പ്രക്രിയ വാൾക്കനൈസേഷൻ എന്നറിയപ്പെടുന്നു. വെടിമരുന്ന് പൊട്ടിക്കുമ്പോൾ, തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മണത്തിന് കാരണം സൾഫർ ഡയോക്സൈഡ് ആണ്. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമായിട്ടുള്ള വാതകം സൾഫർ ഡയോക്സൈഡ് ആണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകം ഏത് തന്നെയാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഏത്? ഫ്ലാഷ് പ്രക്രിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഫ്ലാഷ് പ്രക്രിയയാണ്. സൾഫർ അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയയാണ്. അപ്പൊ സൾഫർ അയിരുകളുടെ പ്രധാനപ്പെട്ട സാന്ദ്രണ രീതി ഏതാ? പ്ലവന പ്രക്രിയയാണ്. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകമാണ് ഏത്? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകം ഏതാ? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ്. വെള്ളി ആഭരണങ്ങൾ നിറം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള വാതകമാണ് ഏത്? ഹൈഡ്രജൻ സൾഫൈഡ്. വെള്ളി ആഭരണങ്ങളിൽ നിറം നഷ്ടപ്പെടാൻ കാരണം ഏതാ? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ്. ഹൈഡ്രജൻ സൾഫൈഡ് എങ്ങനെയാ? ഒരു ചീഞ്ഞ മുട്ടയുടെ വളരെ രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് ഉള്ളത്. അപ്പൊ സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഏത്? ഫ്ലാഷ് പ്രക്രിയ. സൾഫർ അയിരുടെ പ്രധാന സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയ ആണെന്ന് കൂടി ഓർക്കുക. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആസിഡും ആൽക്കലിയുമാണ്. ഈ ആസിഡും ആൽക്കലിയിലെ പ്രധാനപ്പെട്ട ആസിഡും അതിന്റെ ഉപയോഗവും നമുക്ക് നോക്കാം. ഒന്ന് വിനാഗിരി, അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും എന്താണ് വിനാഗിരി ഉപയോഗിക്കും കേടുവരാതിരിക്കാൻ. പിന്നെ സിട്രിക് ആസിഡ്, ഭക്ഷണ വസ്തുക്കൾ കേടുവരാൻ സൂക്ഷിക്കാൻ പാനീയങ്ങളിലും ഒക്കെ സിട്രിക് ആസിഡ് ഉപയോഗിക്കും. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയ നിർമ്മാണത്തിനാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്ന മറ്റൊന്ന് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും. മറ്റൊന്ന് ടാനിക് ആസിഡ് ആണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് എന്തുപയോഗിക്കും? ടാനിക് ആസിഡ് ഉപയോഗിക്കും. വിനാഗിരി അച്ചാറുകളിലും ഭക്ഷ്യവസ്തുക്കളിലും, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന്, സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിൽ ബാറ്ററി ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ആണ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററികളിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് 33.50% കേട്ടോ. 33.50% എന്താണ്? ലെഡ് ആസിഡുകളിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അളവ്. ഡൈനാമിക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഓർ നൈട്രിക് ആസിഡ്. അപ്പോൾ ഡൈനാമിക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിക്കുന്ന അതാണ് പെരിഗ്രീൻ ഫിലിപ്സ് ആണ് കേട്ടോ. ഇനി സമ്പർക്ക പ്രക്രിയയുടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഏത്? വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളിലുള്ള ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ളത് ഏതിനകത്താ? ശുക്രനാണ്. 100% ശുദ്ധം സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡാണ് സൂപ്പർ ആസിഡ്. അപ്പൊ 100% ശുദ്ധവും സൾഫ്യൂരിക് ആസിഡിനേക്കാളും വീര്യമുള്ള ഒരു ആസിഡ് ഏതാണത്? സൂപ്പർ ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലമുള്ള ഗ്രഹം ഏതാ? ശുക്രനാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഏത്? വനേഡിയം പെന്റോക്സൈഡ്. ഇപ്പൊ തന്നെ പലതവണ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സമ്പർക്ക പ്രക്രിയ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണെന്ന് കൂടി ഒന്ന് ഓർക്കുക. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് കൂടിയാണ്. ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിൽ കാണപ്പെടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുകയും ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. HCl നിന്നും ആമാശയത്തെ സംരക്ഷിക്കുന്ന ആമാശയത്തിലെ ആവരണ കലയിലെ സവിശേഷമായ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളും കൊണ്ടാണ്. അപ്പോൾ ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുകയും ഭക്ഷണത്തിലെ രോഗാണുക്കളെ ഒക്കെ നശിപ്പിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നു. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ്റിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേറെ പൊള്ളലോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏൽപ്പിക്കാത്തതിന് കാരണം എന്താ? ആമാശയത്തെ സംരക്ഷിക്കുന്നതിനും ആമാശയത്തിലെ ആവരണ കലയിൽ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളുമാണ് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വയറിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാത്തതിനുള്ള കാരണം. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? രാസവള നിർമ്മാണം. ഇതാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗം പെടാത്തത് ഏതെന്ന്. അപ്പോൾ രാസവളം നിർമ്മിക്കാനായിട്ട് സ്റ്റോറേജ് ബാറ്ററികൾ നിർമ്മിക്കുന്നതിനും കാർ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. മറ്റ് ആസിഡുകളുടെ നിർമ്മാണത്തിന്, പെയിന്റ് നിർമ്മാണത്തിന്, റയോൺ നിർമ്മിക്കുന്നതിന്, എണ്ണ ശുദ്ധീകരിക്കുന്ന, മലിനജലം സംസ്കരിക്കുന്നതിന്, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ, സ്റ്റീലിന്റെയും ഇരുമ്പിന്റെയും നിർമ്മാണത്തിനും ഒക്കെ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി നമുക്ക് ആസിഡുകളും ഓരോന്നിനകത്തുള്ള ആസിഡുകളെ കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് തക്കാളിയാണ്.
എന്താണ് ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ ഉള്ളത്. ഏത് ആസിഡാണ്? ഓക്സാലിക് ആസിഡ്. ഇനി നേന്ത്രപ്പഴത്തിലും ഓക്സാലിക് ആസിഡ് ആണ്, ചുവന്നുള്ളിയിലും ഓക്സാലിക് ആസിഡ് ആണ്, ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡ് ആണ്, പുളിയില് ടാർട്ടാറിക് ആസിഡ്, മുന്തിരിയിലും ടാർട്ടാറിക് ആസിഡ് ആണ്, ആപ്പിളില് മാലിക് ആസിഡ് ആണ് ഉള്ളതില്, എണ്ണയിൽ ഏതാണ്? സ്റ്റീറിക് ആസിഡ് ആണ് എണ്ണയിൽ ഉള്ളത്. കൊഴുപ്പിലും സ്റ്റീറിക് ആസിഡ് ആണ്, പാം ഓയിൽ പാൽമിറ്റിക് ആസിഡ് ആണ്, മരച്ചീനിയിൽ ഏതാണ്? ഫ്രൂസിക് ആസിഡ് ആണ്. ഇനി തേയിലയില് ടാനിക് ആസിഡ് ആണ്, തേങ്ങയില് കാപ്രിക് ആസിഡ് ആണ്, അരിയില് ഫൈറ്റിക് ആസിഡ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഉറുമ്പില് ഫോർമിക് ആസിഡ് ആണ്, കടന്നെല്ലും എന്താണ്? ഫോർമിക് ആസിഡ് ആണ് ഉള്ളതെന്ന് ഓർക്കുക. ഇനി തേനീച്ചയിലും ഫോർമിക് ആസിഡ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ തേനീച്ച മെഴുകിൽ ഏതാണ്? സൊറോട്ടിക് ആസിഡ് ആണ്, സോഡാ ജലത്തിൽ കാർബോണിക് ആസിഡ് ആണ്. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആണ്, ഓറഞ്ചിൽ സിട്രിക് ആസിഡ് ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അതുപോലെ നെല്ലിക്കയിൽ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്കയിൽ ഉള്ളത്. ഇനി തൈരില് ലാക്റ്റിക് ആസിഡ് ആണ്, വെറ്റിലയില് കാറ്റ്യൂണിക് ആസിഡ് ആണ്, വിനാഗിരിയില് അസറ്റിക് ആസിഡ് ആണ്, ആസ്പിരിനില് അസറ്റൈൻ സിസാലിക് ആസിഡ് ആണ്, മാംസത്തില് അമിനോ ആസിഡ് ആണ്, മൂത്രത്തില് യൂറിക് ആസിഡ് ആണ്, മണ്ണില് എന്താണ്? ഹ്യൂമിക് ആസിഡ് ആണ് മണ്ണിലുള്ളത്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനകത്ത് നിങ്ങൾ ഈ എല്ലാമറ്റും പഠിച്ചു വെക്കാൻ പറ്റില്ലാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് അവരെന്ത് പഠിക്കണം? എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്ന കുറച്ച് ആസിഡുകൾ ഞാൻ പറയാം. ഒന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് പുളി മിക്കപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ പുളി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പുളി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ആസിഡ് എന്ന് പറയുന്ന ആപ്പിൾ ആണ്. ആപ്പിൾ മിക്കപ്പോഴും തന്നെ പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പ് ചോദിക്കാറുള്ള ആസിഡ് ആണ്. പിന്നെ ചോദിക്കാറുള്ളത് നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് ഒക്കെ എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. തൈര് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ മൂത്രം, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ബാക്കിയെല്ലാം പഠിക്കണ്ടെന്നല്ല, പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ഇനി ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന എന്താണ്? pH മൂല്യമാണ് അല്ലെ. ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന്റെ pH മൂല്യം വെച്ചിട്ടാണ് നമ്മൾ അത് തിരിച്ചറിയുക. pHന്റെ പൂർണ്ണ രൂപം എന്താണ്? പൊട്ടൻഷ്യൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജന്റെ വീര്യമാണ് ഏത്? pH. പൊട്ടൻഷ്യൻ ഓഫ് ഹൈഡ്രജൻ ആണ് pHന്റെ ഫുൾ ഫോം. ഇനി ജലീയ ലായനിലൂടെ H+ അയോണുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിന്റെ ആസിഡ് ആൽക്കലി സ്വഭാവത്തെ പ്രസ്താവിക്കുന്ന രീതിയാണ് ഏത്? pH സ്കെയിൽ. pH സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ്? സോറൻസൺ ആണ് ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത്. 0 മുതൽ 14 വരെയുള്ള ലായനിയുടെ pH മൂല്യം നിർണ്ണയിക്കുന്ന വിലകളാണ് ഉള്ളത്. pHന്റെ പൂർണ്ണ രൂപം എന്താണ്? പൊട്ടൻഷ്യൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അതുപോലെ തന്നെ pHന് കണ്ടുപിടിച്ച് സോറൻസൺ ആണ്. 0 മുതൽ 14 വരെയാണ് അതിനകത്ത് വാല്യൂ ഉള്ളത്. ഇനി pHന്റെ മൂല്യം 7ന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങളാണ് ഏത്? 7ന് മുകളിലാണെങ്കിൽ അത് ആൽക്കലികൾ. ഇനി 7ന് താഴെയാണെങ്കിൽ അത് ഏതാണ്? ആസിഡ് ആണ്. അപ്പൊ 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയാണ്, 7ന് താഴെയാണെങ്കിൽ ആസിഡ് ആണ്. നിർവീര്യ വസ്തുവിന്റെ pH എപ്പോഴും എങ്ങനെയായിരിക്കും? 7 ആയിരിക്കും. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആയിരിക്കും എന്ന് കൂടി ഓർക്കുക. ജലീയ ലായനിയുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? pH മീറ്റർ. അപ്പൊ ജലീയ ലായനിയുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? pH മീറ്റർ ആണ്. pH മീറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? പ്രോബ്. ഏതാണ്? പ്രോബ് എന്ന് പറയുന്നത്. pH മൂല്യം 7ന് മുകളിൽ മുകളിലാണെങ്കിൽ ആൽക്കലിയും 7ന് താഴെയാണെങ്കിൽ എന്താണ്? ആസിഡുമാണ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എപ്പോഴും 7 ആയിരിക്കും. ജലീയ ലായനിയുടെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. pH മീറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? പ്രോബാണ്. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തമാണ് ഏത്? ആൽക്കനോയിഡുകൾ. അപ്പൊ ആൽക്കനോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തമാണ് ഏത്? ആൽക്കനോയിഡുകൾ എന്ന് ഓർക്കുക കേട്ടോ. ഇനി കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയ്ക്ക് പുറമെ ആൽക്കലോയിഡുകൾ ഓക്സിജൻ, സൾഫർ എന്നീ മൂലകങ്ങളും അപൂർവമായി ക്ലോറിൻ, ബ്രോമിൻ, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പൊ കാർബണും ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയ്ക്ക് പുറമെ ആൽക്കലോയിഡുകളിൽ എന്തൊക്കെ ഉണ്ട്? ഓക്സിജനും സൾഫർ എന്നീ മൂലകങ്ങളും അപൂർവമായിട്ട് ക്ലോറിൻ, ബ്രോമിൻ, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങളും ഉള്ളു. അപ്പൊ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സസ്യങ്ങളിൽ ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തത്തിനെയാണ് നമ്മൾ ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാപ്പിയിലാണെങ്കിൽ ആൽക്കലോയിഡ് എങ്ങനെയാ? കഫിൻ ആണ്. കോളയിൽ കഫിൻ ഉണ്ട്. തേയിലയിലാണ് തെയിൻ, കുരുമുളകിലെ പെപ്പറിൻ, വേപ്പില് മാർഗോസിൻ, ഇഞ്ചിയിലെ ജിഞ്ചറിൻ, പച്ചമുളകിലെ ക്യാപ്സൈൻ, മഞ്ഞളില് എന്താണ്? കുർക്കുമിൻ. എപ്പോഴും ഇപ്പൊ ചോദിക്കുന്ന പ്രീവിയസ് ഇയറിൽ ഈ ആൽക്കലോയിഡ് ചോദിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ നിങ്ങൾ അതെങ്കിലും പഠിച്ചിരിക്കുക. കാപ്പി, കഫിൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, കുരുമുളക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇഞ്ചി ചോദിച്ചു കണ്ടിട്ടുണ്ട്, മഞ്ഞളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഇത്രയും മസ്റ്റ് ആയിട്ട് പഠിക്കാം. മറ്റുള്ളത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ.
താഴ്ന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഏതാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്? സവിശേഷത ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് ഉത്തരം? ഒന്ന് മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ആൽക്കലി ലോഹമല്ലാത്തത് ഏത്? ഈ പറയുന്നതിൽ ആൽക്കലി ലോഹമല്ലാത്തത് ഏതാ? അലുമിനിയം ആണ്. ലിഥിയം, പൊട്ടാസ്യം, സോഡിയം ഒക്കെ എന്താ? ആൽക്കലിയം. നമ്മള് മൃദുവായ ലോഹങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അപ്പൊ ആൽക്കലി ലോഹമാണ് അലൂമിനിയം, ആൽക്കലി ലോഹം അല്ല. കടജലത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ലോഹം ഏത്? കടജലത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന നമ്മൾ പറഞ്ഞിരുന്നു മഗ്നീഷ്യം എങ്ങനെയാ കടജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി താഴ്ന്ന താപനില ഉരുകാത്ത ലോഹം ഏത്? ഏതാ? LDC ഡേറ്റ എൻട്രി ചോദ്യമായിരുന്നു കേട്ടോ. ഏതാ? സോഡിയമാണ്. ഏതാണ്? സോഡിയമാണ്. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ് എന്ന് പറഞ്ഞിരുന്നല്ലേ. ഏതാണ് വായു മലിനീകരണത്തിന് കാരണമായി തീരുന്നത്? ലെഡ് ആണ്. ലെഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കാൽസ്യം കാർബണേറ്റ് ആകുന്നു. LGS വേരിയസ് ചോദിച്ചിട്ടാണ്. അയിരുകളുടെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്. ശരിയാണ്. എല്ലാ ധാതുക്കൾ അയിരുകളുമല്ല. രണ്ട് പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഖാദി ബോർഡ് LDCയിൽ ചോദിച്ച ചോദ്യമാണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര് ഏതാണ്? സിനാബാർ ആണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഏതാണ് അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയില്? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിരായിട്ട് വരുന്നത്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ ധാതുവാണ്. ഇരുമ്പിന്റെ ധാതു താഴെ പറയുന്നത് ഏതാ? ഹെമറ്റൈറ്റ് ആണ് അല്ലെ. ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ചിട്ടാണ്. സിംഗിൾ ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിൽ ഉപയോഗിക്കുന്ന മാർഗം നമ്മൾ പഠിച്ചിരുന്നല്ലേ. ഏതാ അത്? അത് പ്ലവന പ്രക്രിയയാണ്. എന്താണ്? പ്ലവന പ്രക്രിയ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രത മാർഗം ഏതായിരിക്കും? ഏതായിരിക്കും? ഉറപ്പായിട്ടും ജലപ്രവാഹത്തില് കഴുകിയെടുക്കുക നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഇനി ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഏതാ? ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാത്? ലീച്ചിങ് ആണ്. ലീച്ചിങ്. അടുത്തത്, കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏതു വാതകം ഉണ്ടാകുന്നു? ഏതു വാതകം ഉണ്ടാകുന്നു? ക്ലോറിൻ ഉണ്ടാകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത അൽപ്പിന് ഏതാണ്? ഏതാണ്? അത് ക്ലോറിൻ ആണ്. ഏതാണ്? ക്ലോറിൻ ആണ്. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത് ഏത്? എന്താണ് അൽ നിക്കോയിൽ ഉൾപ്പെടാത്തത്? മഗ്നീഷ്യം ആണ്. അലുമിനിയം, ഇരുമ്പ്, കോർബാൾട്ട് ഒക്കെ എന്താണ് അൽ നിക്കോയിൽ ഉൾപ്പെടും. മഗ്നീഷ്യം ഉൾപ്പെടുന്നില്ല. അടുത്തത്, ചില ആസിഡുകൾ ഉപയോഗം താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി പ്രവർത്തിക്കുക. ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണ്. ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം ശരിയാണ്. അസറ്റിക് ആസിഡ് രാസവസ്തു നിർമ്മാണം ശരിയാണോ? തെറ്റാണ്. സിട്രിക് ആസിഡ് ഭക്ഷണവസ്തുക്കൾ കേടുക സൂക്ഷിക്കുന്നത് ശരിയാണ്. 3 മാത്രമാണ് തെറ്റായിട്ട് വരിക. അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഏതാണ് വാഹനങ്ങളിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ പഠിച്ചിരുന്നു. സംഭരണ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാത്? അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡാഷ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക. ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ് എപ്പോഴും ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയായിരിക്കും? അത് എപ്പോഴും 7 ആയിരിക്കും അല്ലെ. മനുഷ്യന്റെ ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? 6.4 ആണ് മനുഷ്യന്റെ ഉമിനീരിന്റെ pH മൂല്യം വരുന്നത്. താഴെ പറയുന്നവയിൽ പദാർത്ഥങ്ങൾ pH മൂല്യം 7നേക്കാൾ കൂടുതൽ ആണ്. അതിനാൽ അതെന്തായിരിക്കും? അത് താഴെ കൊടുത്തിരിക്കില്ലേ, അത് മനുഷ്യരക്തം ആയിരിക്കുമെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഒരു ലൈനിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലൈനിന്റെ pH മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? pH മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? pH മൂല്യം കുറയുന്നു. ആൽക്കലോയിഡുകളിൽ കാണപ്പെടുന്ന സാധ്യതയുള്ള മൂലകങ്ങൾ എന്നതിന് തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സോഡിയം എന്നതാണ്. ആൽക്കലോയിഡുകൾ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്? ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണം ഏതാ? നൈട്രജൻ ആണ് ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായിട്ട് വരുന്നത്. പുകയിൽ അടങ്ങിയിരിക്കുന്ന അൽ നിക്കോയിഡ് ഏതാണ്? ഏതാണ് നമ്മൾ പുകയിൽ അടങ്ങിയിരിക്കുക? നിക്കോട്ടിൻ ആണ് അല്ലെ. നിക്കോട്ടിൻ ആണ് പുകയിലിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കെമിസ്ട്രിയിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ pH മൂല്യത്തെക്കുറിച്ചും ലോഹ സങ്കരങ്ങളെക്കുറിച്ചും ആസിഡും ആൽക്കലിയും നോക്കി. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ നോക്കി? അലോഹങ്ങളെ നോക്കി. അയിരുകളുടെ സാന്ദ്രണവും അയിരുകളും അതുപോലെ എന്താണ്
ലോഹങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നോക്കിപ്പോയത്. ആദ്യമായിട്ടാണ് ബേസിക് ആണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കണ്ട. നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. വേണ്ടവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.